ഒന്നാം നമ്പർ സംസ്ഥാന ഹൈവേ ആയ MC റോഡിലടക്കം നടുവൊടിക്കുന്ന യാത്രയാണ് വീണ്ടും വാഹനങ്ങളെയും യാത്രക്കാരെയും കാത്തിരിക്കുന്നത്. ആഴ്ചകൾ മാത്രം ചിലയിടങ്ങളെങ്കിലും സുഖകരമായ യാത്ര റീടാറിങ്ങിന്റെ പേരിൽ ലഭ്യമായിരുന്നുവെങ്കിൽ അതും ഇപ്പോഴില്ലായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കനത്ത മഴ 2-3 ദിവസം തുടർച്ചയായി ലഭിച്ചതോടെയാണ് നാട് ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. 1 കോടി രൂപയോളം ചെലവഴിച്ചാണ് കടുത്തുരുത്തി നിയോജകമണ്ഡല പ്രദേശം വരുന്ന പട്ടിത്താനം മുതൽ പുതുവേലി വരെയുള്ള MC റോഡ് പ്രദേശത്തെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ ആഴ്ചകളിൽ നടപ്പിലാക്കിയത്. എന്നാൽ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ആഴ്ചകൾ പിന്നിടും മുമ്പേ തന്നെ വീണ്ടും നരകയാതനയാണ് വാഹനങ്ങളെയും യാത്രക്കാരെയും റോഡിൽ കാത്തിരിക്കുന്നത്. ഗ്രാമീണ റോഡുകളിൽ പലതും ദുരിതയാത്രയാണെങ്കിലും ഒന്നാം നമ്പർ സംസ്ഥാന ഹൈവേ ആയ MC റോഡ് കൂടി തകർന്നതോടെ ഏറെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് വാഹനങ്ങളും യാത്രക്കാരും. ദിവസേന ലക്ഷക്കണക്കിന് യാത്രക്കാരും ആയിരക്കണക്കിന് വാഹനങ്ങളും ചീറിപ്പായുന്ന റോഡിൻ്റെ ശോച്യാവസ്ഥ വലിയ അപകടങ്ങൾക്കും വഴിതെളിക്കുന്നുണ്ട്. ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി പലപ്പോഴും യാത്ര നടത്തുന്നതിന് റോഡിൻ്റെ ശോച്യാവസ്ഥയും കാരണമാകുന്നുണ്ട്. വലിയ ഗർത്തങ്ങൾ കണക്കെയാണ് MC റോഡിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ തുടർന്നാൽ ഈ വലിയ കുഴികൾ വീണ്ടും വലിയ അപകട ഭീഷണി ഉയർത്തും വിധമാണ് സാഹചര്യം നിലനിൽക്കുന്നത്. കുറവലങ്ങാട് മേഖലയിൽ ഏറെ ദുരിതയാത്രയാണ് ഇപ്പോൾ വാഹനങ്ങളെ കാത്തിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടെ റീടാറിംഗ് അടക്കം നടത്തി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതെങ്കിലും മഴ കനത്തതോടുകൂടി ഇപ്പോൾ വീണ്ടും ദുരിതയാത്രയാണ്. യഥാസമയം ഓടകൾ ശുചീകരിക്കാത്തതും ഓടകളുടെ അനധികൃത കയ്യേറ്റവും റോഡരികിൽ കയ്യേറുന്നതുമാണ് പ്രധാന പ്രശ്നങ്ങൾക്ക് കാരണം. വെള്ളൊഴുക്ക് സാധ്യമാകും വിധമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ റോഡ് ദീർഘകാലം യാത്ര സുഗമമായ രീതിയിൽ അവശേഷിക്കുമെന്നാണ് പ്രധാനമായും വിലയിരുത്തലുകൾ ഉയരുന്നത്. മൺസൂൺ ക്ലീനിംഗ് എന്ന പേരിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് ഓടകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ടെൻഡർ അടക്കമുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത് യാഥാർത്ഥ്യമായി കാണുന്നില്ല എന്ന ആക്ഷേപവും സജീവമാണ്. കുറവലങ്ങാട് SPG ശാഖയ്ക്ക് സമീപം ഏറെ ദുരിതമായ യാത്രയായിരുന്നു വാഹനങ്ങൾ നേരിട്ടിരുന്നത്. ഈ ദുർഘട സാഹചര്യം മറികടന്നിട്ട് ആഴ്ചകൾ മാത്രമാണ് പിന്നിടുന്നതെങ്കിലും ഇപ്പോൾ പൂർണ്ണമായും മെറ്റലുകൾ ഇടകി തെറിച്ച സാഹചര്യം ആവർത്തിക്കുകയാണ്. മുട്ടുങ്ങൽ ജംഗ്ഷനിലും കോഴായിലെ ജില്ലാ കൃഷിത്തോട്ടത്തിന് സമീപവും വലിയ ഗർത്തങ്ങൾ തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ഇപ്പോഴത്തെ ദുരിതത്തിന്റെ ആരംഭ സമയത്ത് തന്നെ ഉണ്ടാകുകയാണെങ്കിൽ ഒരളവ് വരെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്.